ഇന്നത്തെ വീഡിയോ പരിചയപ്പെടുത്തുന്നത് ഡോൾഷെ ഗബാന ദ ലൈറ്റ് ബ്ലൂ എന്ന് പറയുന്ന പെർഫ്യൂമാണ്. ഈ പെർഫ്യൂം ഒക്കെ അറിയാൻ പറ്റും, ഒരു സമ്മർ പെർഫ്യൂം ആയിക്കാണ്ടാണ് ഡോൾഷെ ഗബാന ഇതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നിരുന്നാലും എല്ലാ ഒക്കേഷൻസ്ക്കും പറ്റുന്ന, അല്ലെങ്കിൽ മീൻസ് എല്ലാ പർപ്പസുക്കും പറ്റുന്ന ഒരു പെർഫ്യൂം ഓയിൽ ആയിക്കാണ്ടാണ് എനിക്ക് ഇതിനെ ഫീൽ ചെയ്തത് കേട്ടോ. കാരണം ഒന്ന്, ഇതിന്റെ ലാസ്റ്റിംഗ് ആണ്. പെർഫ്യൂം ഒറിജിനൽ നമ്മളെ കയ്യിലില്ല, ഇതിന്റെ ഓയിലാണ് ഒറിജിനൽ നമ്മളെ കയ്യിലുള്ളത്. ഇതിന്റെ ലാസ്റ്റിംഗ് എന്തായാലും നമുക്ക് 4 to 5 hour വരെ ഷുവർ ആയിട്ട് നമുക്ക് ലാസ്റ്റിംഗ് പറയാൻ കഴിയുന്നുണ്ട്. ഞാൻ ഉപയോഗിച്ചതിന് ശേഷമുള്ള ഫീഡ്ബാക്കാണ് ഞാൻ അങ്ങോട്ട് പറയുന്നത്. മിനിമം നിങ്ങൾക്ക് 4 hour എന്തായാലും കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ മീൻസ് ഒരു ഓഫീസ് പർപ്പസ് ആയിക്കോട്ടെ, അതോ അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടി പെർഫ്യൂം ആയിക്കോട്ടെ, എങ്ങനെ ആയിക്കാണ്ട് നമുക്ക് ഉപയോഗിക്കാനും പറ്റും. കൂട്ടത്തിൽ അത്ര തന്നെ കടുപ്പുള്ള ഒരു സ്മെല്ല് ആയിക്കാണ്ട് നമുക്ക് ഇതിനെ ഫീൽ ചെയ്യുന്നില്ല. ഒരു ലൈറ്റ് സ്മെല്ല് ആയിക്കാണ്ടാണ് നമുക്ക് കാര്യമായി ഇതിനെ ഫീൽ ചെയ്യുന്നത്. വലിയൊരു കട്ടിയുള്ള സ്മെല്ല് പോലെ നമുക്ക് എവിടെ ഇതിനെ ഫീൽ ചെയ്യുന്നില്ല. കൂട്ടത്തിൽ ഇത് നോട്ട്സ് ആണെങ്കിൽ ചെറിയൊരു സ്വീറ്റി, നല്ലൊരു സിട്രസി നോട്ടാണ് ആദ്യം മുതൽ അതിന്റെ അവസാനം വരെ വരുന്നത്. 2017 ഡോൾഷെ ഗബാനന്റെ പെർഫ്യൂം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത്. ഡോൾഷെ ഗബാനിൽ ഇത് കിങ്, ഡോൾഷെ ഗബാന്റെ പിന്നെ 1, ഡോൾഷെ ഗബാന ഇന്റൻസ്, ഇതെല്ലാം ഒരുപാട് നല്ല നല്ല പ്രീമിയം ബ്രാൻഡ് പെർഫ്യൂമുകളാണ്. ഈ കിങ്ങും അത് ഡോൾഷെ ഗബാന്റെ അത് 1 ഒക്കെ നമ്മളെ കയ്യിൽ തന്നെ ഡീക്കൻഡുകൾ ചെറിയ 8 ml 10 ml ഒക്കെ ബോട്ടിലുകൾ അവൈലബിൾ ആണ്. വീഡിയോ റിവ്യൂല് ഒരുപാട് നല്ല നല്ല പെർഫ്യൂം റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ നല്ല സെലക്റ്റീവ് പെർഫ്യൂം ആയിക്കാണ്ടും നല്ല നോട്ട്സ് ആയിക്കാണ്ടൊക്കെ തന്നെയാണ് അതിന്റെ ആദ്യം മുതലേ അവസാനം വരെ പറയുന്നത്. ഞാൻ പറഞ്ഞതെന്താ വെച്ചാല്, ആ ഒരു സിട്രസി സ്മെല്ലും നല്ലൊരു ഫ്രഷ് സ്മെല്ലും ഒരു അരോമാറ്റിക്, ഒരു മറൈൻ ഫ്രാഗ്രൻസ് ഒക്കെയാണ് അതിന്റെ ഓപ്പണിംഗ് നോട്ടിൽ കാര്യമായിട്ട് കിട്ടുന്നത്. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നല്ല ഒരു തരക്കേടില്ലാത്ത ഒരു ഫ്രഷ് സ്മെല്ല് തന്നെ അങ്ങനെ ആദ്യം മുതൽ ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നുണ്ട്. പിന്നെയാണ് നമുക്ക് കാര്യമായി ഇങ്ങനെ ഫീൽ ചെയ്യുന്നത് ആ ഒരു ഫ്രഷ് സ്പൈസസും ഇത്തിരി സാൾട്ടി ഫ്രാഗ്രൻസും ഇത്തിരി ഒരു വുഡി നോട്ടൊക്കെ അതിന്റെ മിഡിൽ നോട്ടിൽ ഇങ്ങനെ വരുന്ന പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഏകദേശം ഇന്നലെ ഞാൻ രാവിലെ തന്നെ അടിച്ചിട്ടിരുന്നു. രാവിലെ ഒരു 7 മണിക്ക് അടിച്ചിട്ട് ഒരു 10 മണി ആയപ്പം ഇതിന്റെ സ്മെല്ല് നല്ല ഡിഫറെന്റ് ആയിക്കാണ് എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു. ആ വൈകുന്നേരം മീൻസ് ഒരു വൈകുന്നേരം 10 മണിയല്ല, ഉച്ചനെ ഒരു 10 to 11 മണി ആകുമ്പോൾ സമയത്ത് തന്നെ ഇതിന്റെ ഒരു മിഡിൽ ക്ലാസ് ഒക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറി ആ ഫ്രഷ് സ്പൈസസോട് കൂടിയും ഒരു വുഡി നോട്ടോട് കൂടിയും ഒരു മസ്കുലിൻ സ്മെല്ലും ഒരു വെറ്റുവെറിന്റെയും നല്ലൊരു ആംബറിന്റെ നോട്ട്സ് ഒക്കെ ലാസ്റ്റ് അതിന്റെ ബേസ് നോട്ടിൽ അവിടെയൊക്കെ വന്നു കേട്ടോ. ഈ പെർഫ്യൂം മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തപ്പെട്ടത് 2017. ഇതിന്റെ ഓയില് നമ്മളെ കയ്യിൽ ഇങ്ങനത്തെ ഓയിൽ നമ്മളെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിന് ഡീക്കൻഡിന് നമ്മൾ ചാർജ് ചെയ്യുന്നത് ഓയിൽ നമ്മൾ 3 ml ചാർജ് ചെയ്യുന്നത് 150 rupees ആണ്. ഇവിടെ നിന്ന് ചെയ്തിട്ട് കസ്റ്റമൈസ്ഡ് പെർഫ്യൂം ആക്കിയിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ബൾഗാരിയുടെ അക്കോന്റെ നോട്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ഏകദേശം അതിനോട് സാമ്യമുള്ള പോലെയാണ് ഗൂഗിൾ റിവ്യൂല് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത് കേട്ടോ.